ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിക്കാനായിട്ട് കർത്താവ് നമുക്ക് ഇടയാക്കി നമ്മെ സഹായിച്ചു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയും ആ പഠനം നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ആ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ആയിരിക്കാം. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവവചന ഭാഗം അല്ലെങ്കിൽ എഫേസ് ലേഖനത്തിൽ നമ്മളിന്ന് വായിക്കാനായിട്ട് പോകുന്നത് എഫേസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളാണ് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ. ഞാൻ ആ വാക്യങ്ങൾ വായിക്കാം. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അപ്പം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന 2 ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്തത്. ഒന്ന്, അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു. 2, അവൻ നമ്മെ ദത്തെടുക്കേണ്ടതിനായിട്ട് മുൻ നിയമിച്ചു. ഈ 2 കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ അതിനകത്ത് 3-ാമത്തെ ആത്മീക അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ടാണ് പോകുന്നത്. അവിടെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇതാണ്: അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അപ്പം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന 3-ാമത്തെ ആത്മീക അനുഗ്രഹമെന്ന് പറയുന്നത് അത് നമ്മുടെ വീണ്ടെടുപ്പാണ്. റിഡംഷൻ, വീണ്ടെടുപ്പാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പം ആ വീണ്ടെടുപ്പ് എന്താണ്, അല്ലെങ്കിൽ ആ വീണ്ടെടുപ്പ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന 3-ാമത്തെ ആത്മീക അനുഗ്രഹമായ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ആ വീണ്ടെടുപ്പിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവനിലാണ് നമുക്ക് വീണ്ടെടുപ്പുള്ളത്. അവനിൽ, ഇൻ ഹിം. നമ്മൾ കഴിഞ്ഞ 2 ആത്മീകാനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ചപ്പോഴും ഇതേ വാക്ക് നമ്മൾ ആവർത്തിച്ച് ചിന്തിച്ചതാണ്, അവനിൽ എന്നുള്ള പ്രയോഗം. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഞാൻ അത് വീണ്ടും വിശദീകരിക്കാനായിട്ട്, അത് വിശദമായിട്ട് ചിന്തിക്കാനായിട്ട് അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, ക്രിസ്തുവിലാണ് ഈ വീണ്ടെടുപ്പ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിലാണ്. അപ്പം ആ വീണ്ടെടുപ്പ് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, ആ വീണ്ടെടുപ്പ് നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ നാമും ക്രിസ്തുവുമായിട്ട് ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അനുഭവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അവനിലാണ് ആ വീണ്ടെടുപ്പ് ഉള്ളത്. ഇനി 2-ാമത് പറഞ്ഞത് നമുക്കാണ് ആ വീണ്ടെടുപ്പുള്ളത്. നമുക്ക്. ആരാണ് ഈ നാം? നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ 1-ാമത്തെ ആത്മീക അനുഗ്രഹമായ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ലോകസ്ഥാപനത്തിനു മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ട. 2-ാമത് പറഞ്ഞ ദത്തെടുക്കുവാനായിട്ട് മുൻനിയമിക്കപ്പെട്ട അവരെയാണ് പൗലോസ് ഇവിടെ നാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം തിരഞ്ഞെടുക്കപ്പെട്ട നമുക്ക്, മുൻനിയമിക്കപ്പെട്ട നമുക്ക് എന്തുണ്ട്? വീണ്ടെടുപ്പുണ്ട്. ആരിൽ? അവനിൽ, കർത്താവിൽ, യേശുവിൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. ഇനി എങ്ങനെയാണ് വീണ്ടെടുപ്പ്, അല്ലെങ്കിൽ എന്താണ് വീണ്ടെടുപ്പിൻ്റെ മുഖാന്തരം എന്ന് ചോദിച്ചാൽ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ്റെ രക്തത്താൽ, ത്രൂ ഹിസ് ബ്ലഡ്, അവൻ്റെ രക്തത്താലാണ് നമുക്ക് വീണ്ടെടുപ്പുള്ളത്. വീണ്ടെടുപ്പ് അവനിലാണുള്ളത്. അപ്പോൾ തന്നെ വീണ്ടെടുപ്പ് അവൻ്റെ രക്തത്താലാണുള്ളത്. അവൻ്റെ രക്തത്താലാണ് വീണ്ടെടുപ്പുള്ളത്. അപ്പം
അവനിലാണ് വീണ്ടെടുപ്പ്, നമുക്കാണ് വീണ്ടെടുപ്പുള്ളത്, അവൻ്റെ രക്തത്താലാണ് നമുക്ക് വീണ്ടെടുപ്പുള്ളത്. ഇനി നമ്മൾ അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അപ്പം അത് നമുക്ക് നൽകിയിരിക്കുന്നു. ആരാണ് നൽകിയത്? 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചിരുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവനാണ് നമ്മെ ഈ ആത്മീക അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പിതാവാണ് നമുക്ക് ഈ വീണ്ടെടുപ്പ് തന്നിരിക്കുന്നത്. വീണ്ടെടുപ്പ് തന്നിരിക്കുന്നത് പിതാവാണ്. അവൻ നമുക്ക് നൽകി. എങ്ങനെ നൽകി? അവൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം, അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ്, അവൻ്റെ കൃപയുടെ ധനത്തിനൊത്തവണ്ണം, അവൻ്റെ കൃപാധനപ്രകാരം അവൻ നമുക്ക് നൽകി. ഇനി എങ്ങനെ? സകല ജ്ഞാനവും വിവേകവുമായി നമുക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീണ്ടെടുപ്പ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. വീണ്ടെടുപ്പ് അത് ക്രിസ്തുവിലാണ്. വീണ്ടെടുപ്പ് അത് ക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. വീണ്ടെടുപ്പ് അത് നമുക്കുള്ളതാണ്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട മുൻനിയമിക്കപ്പെട്ടവർക്കുള്ളതാണ്. വീണ്ടെടുപ്പ് അത് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പാണ്. അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പാണ്. അടുത്തത്, അത് നമുക്ക് നൽകിയിരിക്കുന്നത് പിതാവായ ദൈവമാണ്. അത് അവൻ്റെ കൃപാധനപ്രകാരമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അവിടെ അവൻ സകല ജ്ഞാനവും വിവേകത്തോടും കൂടെയാണ് പിതാവായ ദൈവം നമുക്കിത് നൽകിയിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആ വാക്യത്തിൻ്റെ ഉപരിഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇനി നമ്മൾ ആ വാക്യത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ 7-ാം വാക്യത്തിൽ വായിച്ചത് ഇതാണ്: അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പം നമുക്ക് വീണ്ടെടുപ്പ് ലഭിച്ചിരിക്കുന്നു. ആത്മീക അനുഗ്രഹമായിട്ട് നമുക്ക് വീണ്ടെടുപ്പ് ലഭിച്ചിരിക്കുന്നു. എന്താണ് വീണ്ടെടുപ്പ്? അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ്, അല്ലെങ്കിൽ പാപങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ദ ഫോർഗീവ്നെസ് ഓഫ് സിൻസ് എന്നാണ്. പാപക്ഷമ, പാപങ്ങളുടെ ക്ഷമ എന്ന വീണ്ടെടുപ്പ്. അതാണ് അവൻ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം പാപികളായിരുന്നു. പ്രകൃതിയാൽ നാം ആരായിരുന്നു? പാപികളായിരുന്നു. ഞാനിപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഈ ഭാഗം നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യും. നമ്മൾ പാപികളായിരുന്നു എന്നുള്ള ഭാഗം അവിടെ വിശദമായിട്ട് ചർച്ച ചെയ്യും നമ്മൾ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നാം പാപികളായിരുന്നു. എന്നാൽ പാപികളായിരുന്ന നമുക്ക് ദൈവം വീണ്ടെടുപ്പ് നൽകി. എന്ത് വീണ്ടെടുപ്പ്? നമ്മളുടെ പാപങ്ങളുടെ ഫോർഗീവ്നെസ്, നമ്മുടെ പാപങ്ങളുടെ ക്ഷമ എന്ന വീണ്ടെടുപ്പ് നമ്മുടെ ദൈവം നമുക്ക് നൽകി എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. നോക്കിക്കേ, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ്. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. ഇതേ കാര്യം തന്നെ എഫേസ് ലേഖനത്തിൽ നമ്മൾ വായിച്ച അതേ കാര്യം തന്നെ അപ്പോസ്തലനായ പൗലോസ് എവിടെയും പറഞ്ഞിരിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വീണ്ടെടുപ്പ് എന്നുള്ളത് പാപമോചനമാണ് എന്നുള്ളത് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇനി
തീത്തോസിന് അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇതേക്കുറിച്ച് കാണുന്ന ഒരു കാര്യമുണ്ട്. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അപ്പം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവൻ ആര്? യേശുക്രിസ്തു അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുക്കേണ്ടതിന്, സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുക്കേണ്ടതിന്. അപ്പം ദൈവം അല്ലെങ്കിൽ ക്രിസ്തു അവൻ എന്ത് ചെയ്തു? നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുക്കേണ്ടതിന്. എന്താണ് അധർമ്മം എന്ന് പറഞ്ഞാൽ? അൺറൈച്ചിയസ്നെസ് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ നീതിക്ക്, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ശരിയല്ലാത്ത കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? അൺറൈച്ചിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ അൺറൈച്ചിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ അധർമ്മത്തിലായിരുന്ന അല്ലെങ്കിൽ അധർമ്മം പ്രവർത്തിച്ചിരുന്ന അധർമ്മികളായിരുന്ന നമ്മെ അവൻ എന്ത് ചെയ്തു? അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുക്കേണ്ടതിന്, നമ്മെ അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുക്കേണ്ടതിന്. വീണ്ടെടുത്തിട്ട് എന്തിന്? വെറുതെ വീണ്ടെടുക്കാനല്ല. ദർ ഇസ് എ പർപ്പസ് ബിഹൈൻഡ് ദാറ്റ് റിഡംഷൻ. ആ വീണ്ടെടുപ്പിൻ്റെ പുറകിൽ ഒരു പദ്ധതിയുണ്ട്. എന്താണ് പദ്ധതി? അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായിട്ട് തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന്. നോക്കൂ, നമ്മെ ശുദ്ധീകരിക്കേണ്ടതിന്. എന്താ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ടു സെറ്റ് അപ്പാർട്ട് എന്ന് അതിൻ്റെ അർത്ഥം. നമ്മെ വേർതിരിക്കുക എന്ന് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മെ വേർതിരിക്കേണ്ടതിന് ആരായിട്ട്? സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള അവൻ്റെ സ്വന്തം ജനമായിട്ട് നമ്മെ വേർതിരിക്കേണ്ടതിന്. നോക്കൂ, എത്ര മഹത്വമുള്ള ഒരു കാര്യമല്ലേ? മുമ്പേ നമ്മൾ അധർമ്മത്തിലായിരുന്നു, അധർമ്മം പ്രവർത്തിക്കുന്നവരായിരുന്നു. പക്ഷേ യേശു എന്ത് ചെയ്തു? നമ്മെ വീണ്ടെടുത്ത്, ആ അധർമ്മത്തിൽ നമ്മെ വീണ്ടെടുത്ത് തനിക്ക് സ്വന്തം ജനമായിട്ട് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായിട്ട് നമ്മെ സെറ്റ് അപ്പാർട്ട് ചെയ്യേണ്ടതിന്, വേർതിരിക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തെന്ന്. നോക്കിക്കേ, യേശു നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് ഈ 2 കാര്യങ്ങൾക്കാണ് ഈ വാക്യം പറയുന്നത്. എന്തിനൊക്കെ? 1, നമ്മെ അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ. 2, നമ്മെ സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു ജനമായിട്ട് സെറ്റ് അപ്പാർട്ട് ചെയ്യാൻ. ഇതിനാണ് യേശു നമ്മെ വീണ്ടെടുത്തത് എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ഞാൻ എന്താണ് വീണ്ടെടുപ്പ് എന്നുള്ള വിഷയത്തിലേക്ക് ഞാൻ വരും. അതിനുമുമ്പ് 1-2 വാക്യങ്ങളൂടെ നമുക്കൊന്ന് വായിക്കണം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. ഗലേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 4 and 5. എന്താണ് അവിടെ നമ്മൾ വായിക്കുന്നത്? അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിൽ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പം എന്താണ്? എഫേസ് ലേഖനം 1-ാം അധ്യായത്തിലും കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിലും നമ്മൾ വായിച്ചു. ഈ റിഡംഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫൊർഗീവ്നെസ് ഓഫ് സിൻസ്, പാപമോചനമാണ് അവിടെ പറഞ്ഞത്. തീത്തോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, വി ആർ റിഡീംഡ് ഫ്രം ഓൾ അൺറൈച്ചിയസ്നെസ്, എല്ലാ അധർമ്മത്തിൽ നിന്നും അവൻ നമ്മളെ വീണ്ടെടുത്തു.
എന്നിട്ട് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള സ്വന്തം ജനമായിട്ട് നമ്മളെ സെറ്റപ്പാർട്ട് ചെയ്തു. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ വായിക്കുന്ന ഇതാണ്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ, വെൻ ദ ടൈം ഹാസ് ഫുള്ളി കം, ദൈവത്തിൻ്റെ ആ പെർഫെക്റ്റ് ടൈം വന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ച് അയച്ചു. സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചു. സോ രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഒന്ന്, ബോൺ ഓഫ് എ വുമൺ, സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. രണ്ട്, ബോൺ അണ്ടർ ദ ലോ, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി. അപ്പൊ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ. രണ്ട്, ന്യായപ്രമാണത്തിൽ നിന്ന് ജനിച്ചവൻ. അങ്ങനെ ജനിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ദൈവം അവനെ നിയോഗിച്ച് അയച്ചു. എന്താ അതിൻ്റെ അർത്ഥം? ദൈവം അവനൊരു പ്രത്യേക നിയോഗം കൊടുത്ത് അയച്ചത്. നിയോഗം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി. സോ വെൻ ജീസസ് ഈസ് കമ്മിങ് ടു ദിസ് വേൾഡ്, he had a God given responsibility to fulfill. കർത്താവ് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ദൈവം അവന് കൊടുത്ത ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു നിയോഗം, ഒരു ഉത്തരവാദിത്വം അവന് പൂർത്തീകരിക്കാനായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ അയച്ചത് എന്തിനാണെന്ന് 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട്. അപ്പം ഇവിടെ യേശു വിലയ്ക്ക് വാങ്ങിയത് ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങി എന്നാണ് പറഞ്ഞത്. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങി. സോ റിഡംഷൻ, ഞാൻ ആ വാക്ക് വിശദീകരിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിശദീകരിക്കാം. അപ്പം അതേ പ്രയോഗം തന്നെ എവിടെയും വരുന്നത്, ദൈവം ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങി. അപ്പം വിലയ്ക്ക് വാങ്ങി എന്ന് പറയാം ആരെ? ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ. അപ്പം ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനി നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിൽ അല്ല എന്നുള്ളതാണ്. നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിൽ ഉള്ളവരല്ല. അപ്പം യേശുവിൽ വിശ്വസിക്കുന്നതിന് മുൻപ് നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ അല്ലെങ്കിൽ നിയമാവലികളുടെ അടിമയായിട്ട് കിടക്കുകയായിരുന്നു. പക്ഷേ വെൻ ജീസസ് ഹാസ് റിഡീംഡ് us, യേശു നമ്മെ വീണ്ടെടുത്ത് കഴിയുമ്പോൾ, ദാറ്റ് റിഡംഷൻ ഈസ് ഫ്രം ദ ലോ, ന്യായപ്രമാണത്തിൽ നിന്ന് അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുക. എന്തിന്? സോ ദാറ്റ് വി മേ ഹാവ് ദ സൺഷിപ്പ്, പുത്രത്വം പ്രാപിക്കേണ്ടതിന്. അപ്പം ന്യായപ്രമാണത്തിന് കീഴിൽ നിന്ന് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ വീണ്ടെടുപ്പ് എന്നുള്ള വിഷയം ഞാൻ ചർച്ച ചെയ്ത് തീരുന്നത് വരെ നിങ്ങൾ ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് കയറിപ്പോകരുത്. കാരണം ഇത് മൊത്തത്തിൽ ഞാൻ പറഞ്ഞു കഴിയുമ്പോഴേ ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, ഞാൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ മനസ്സിനകത്ത് കൺക്ലൂഷനുകൾ ഉണ്ടാക്കരുത്. ഞാൻ അവസാനം എല്ലാ ഭാഗങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കൺക്ലൂഷനിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക ചെയ്യുക. ഓക്കെ, അപ്പം വീണ്ടെടുക്കപ്പെട്ടവർ അവർ ഇനി എന്തിനധീനരല്ല? ന്യായപ്രമാണത്തിന് അധീനരല്ല. അവിടുന്ന് യേശു നമ്മൾ എന്ത് ചെയ്തു? വീണ്ടെടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം അവിടെയും നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പം 3 കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? 1, അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ്. 2, തീത്തോസ് ലേഖനത്തിൽ അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് തനിക്ക് സ്വന്തം ജനമായിട്ട് വേർതിരിക്കുന്ന ഒരു വീണ്ടെടുപ്പ്. 3, ഇവിടെ പറഞ്ഞു ന്യായപ്രമാണത്തിന് കീഴിൽ നിന്നുള്ള വീണ്ടെടുപ്പ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്കൊരു വാക്യം കൂടെ അതോടുള്ള ബന്ധത്തിൽ വായിക്കണം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം എന്താണ്? അവിടെ നമ്മൾ വായിക്കുന്നത്,
മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. നോക്കൂ, ഗലാത്യലേഖനത്തിൽ ഇപ്പം 2 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു അവൻ ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയെന്ന്. എന്നാൽ 3-ാം അധ്യായത്തിൽ വന്നപ്പോൾ നമ്മൾ കാണുന്നത് അവൻ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങിയെന്ന്. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി. അപ്പം എന്താ ഇവിടെ പറഞ്ഞത്? മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ. അപ്പം അതൊരു ഓൾഡ് ടെസ്റ്റ്മെന്റ് കൊട്ടേഷനാണ്, പഴയ നിയമത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഉദ്ധരണിയാണ്. എന്താണ്? മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നത് പോലെ, ആസ് ഇറ്റ് ഈസ് റിട്ടൺ, അങ്ങനെ എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എങ്ങനെ? അവൻ ക്രൂസ എന്ന മരത്തിൽ തൂക്കപ്പെട്ടപ്പോൾ. മറക്കരുത്, അവൻ ക്രൂസ് എന്ന മരത്തിന്മേൽ അവനെ തൂക്കിയപ്പോൾ, അവൻ തൂക്കപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന അതിന് നിവൃത്തി വന്നു. അവൻ ശപിക്കപ്പെട്ടവനായി. ആര്? യേശു ശപിക്കപ്പെട്ടവനായി. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അങ്ങനെ ശാപമായി തീർന്നു. എന്തിന്? ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങാനായിട്ട്. നോക്കിക്കേ, ന്യായപ്രമാണത്തിൻ്റെ ശാപം. ഈ ന്യായപ്രമാണത്തിൻ്റെ ശാപം നമ്മൾ മെയിനായിട്ട് കാണുന്നത് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലാണ്, ഡ്യൂട്ടറോണമി ചാപ്റ്റർ 28. അപ്പം അവിടെ നമ്മൾ ന്യായപ്രമാണത്തിലെ ഒത്തിരി ശാപങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ ഗലാത്യലേഖനത്തിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ രേഖപ്പെടുത്തിയിരിക്കുക, യു ആർ റിഡീംഡ് ഓർ യു ആർ പർച്ചേസ്ഡ് വിത്ത് എ പ്രൈസ് ഫ്രം ദ കേഴ്സ് ഓഫ് ദ ലോ. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ഓർപ്പിക്കുകയാണ്. നോക്കിക്കേ, എന്ന് വെച്ചാൽ എന്താണ് പ്രിയമുള്ളവരെ? നമ്മൾ ഇനിയും ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിന് അധീനരല്ല. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിന് അധീനരല്ല. ആര്? ലോകസ്ഥാപനത്തിനു മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ മുൻനിയമിക്കപ്പെട്ട, അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ലഭിച്ച നാം ഇനി ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിന് കീഴല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നതിലൂടെ അവൻ നമ്മെ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. അതാണ് ഇവിടെ സംഭവിച്ചത്. നോക്കൂ, അപ്പം വീണ്ടെടുപ്പിൻ്റെ പല മേഖലകളാണ് നമ്മൾ പറഞ്ഞു വന്നത്. എന്തൊക്കെ പറഞ്ഞു? ഒന്ന്, എഫേസ് ലേഖനത്തിലും കൊലോസ് ലേഖനത്തിലും നമ്മൾ പറഞ്ഞു നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ്. തീത്തോസ് ലേഖനത്തിൽ നമ്മൾ പറഞ്ഞു അധർമ്മത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്. ഇനി ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു ന്യായപ്രമാണത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്. നോക്കിക്കേ, അപ്പം ഈ സമസ്ത മേഖലകളിൽ നിന്നും ദൈവം നമ്മെ എന്ത് ചെയ്തു? വീണ്ടെടുത്തു. ദൈവം നമ്മെ വീണ്ടെടുത്തു. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇതിനകത്തേക്ക് കുറച്ചുകൂടെ ഇറങ്ങി വരും നമ്മൾ. ഓക്കെ, അപ്പോൾ ഈ പ്രധാനമായിട്ട് ഈ 4 മേഖലകളിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുത്തു എന്നുള്ളത് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയം ആ ദൈവത്തോടുള്ള നന്ദിയാൽ നിറയപ്പെടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ വണ്ടർഫുൾ വർക്ക് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് വീണ്ടെടുപ്പെന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ
എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചപ്പോൾ രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യം, നമ്മുടെ വീണ്ടെടുപ്പ് അത് അവനിലാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. 7-ാം വാക്യം, 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് അങ്ങനെയാണ്, അവനിൽ നമുക്ക്. സോ ദാറ്റ് റിഡംഷൻ ഈസ് ഇൻ ഹിം. അവനിലാണ് വീണ്ടെടുപ്പ്. ആരിൽ? യേശുവിലാണ് വീണ്ടെടുപ്പ്. അപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞത് എവിടെ നിന്നൊക്കെയാണ് നാം വീണ്ടെടുക്കപ്പെട്ടത് എന്നാണ് പറഞ്ഞത്. ഈ വീണ്ടെടുക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോൾ ഈ വീണ്ടെടുപ്പ് ദാറ്റ് ഈസ് ഇൻ ക്രൈസ്റ്റ്, അത് ക്രിസ്തുവിലാണ് ഉള്ളത്, നമ്മൾ മറക്കരുത്. ഒന്നിട്ട് വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. റോമൻസ് ചാപ്റ്റർ 3 വേഴ്സ് 24. അവിടെ നമ്മൾ വായിക്കുന്നത്, അവൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. സോ അവൻ്റെ കൃപയാൽ, ആരുടെ കൃപയാൽ? പിതാവായ ദൈവത്തിൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ്. അപ്പോൾ ഈ വീണ്ടെടുപ്പ് എവിടെയാ പ്രിയമുള്ളവരെ? ദറ്റ് ഈസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഈ ക്രിസ്തുവേശുവിലാണ് നമ്മുടെ വീണ്ടെടുപ്പ്. ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പിനാൽ സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പം മറക്കരുത്, ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ വീണ്ടെടുപ്പ് എവിടെയാണ്? ക്രിസ്തുവേശുവിലാണ് നമ്മുടെ വീണ്ടെടുപ്പ് എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കൂ, ഇതേതെങ്കിലും മതത്തിൻ്റെയോ ഏതെങ്കിലും സഭയുടെയോ ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെയോ പഠിപ്പിക്കലല്ല. ഞാൻ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ഏതെങ്കിലും ഒരു സഭയുടെയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെയോ വക്താവായിട്ടല്ല നമ്മളിവിടെ നിൽക്കുന്നത്. ഈ വേദപുസ്തകം എന്തു പറയുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. അത് നോക്കുമ്പോൾ വേദപുസ്തകം നമ്മളോട് പറയുന്നത് ദിസ് റിഡംഷൻ ഈസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. അത് ക്രിസ്തുവേശുവിലാണ് ഈ വീണ്ടെടുപ്പ് എന്നാണ് ഈ വേദപുസ്തകം നമ്മളോട് പറയുന്നത്. ഇനി ഒരു വാക്യം കൂടെ നമുക്ക് അതിനുള്ള ബന്ധത്തിൽ നിന്ന് വായിക്കണം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. നമ്മൾ നേരത്തെ വായിച്ച വാക്യമാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. അവിടെയും നമ്മൾ വായിക്കുന്ന അങ്ങനെ തന്നെയാണ്, അവനിൽ, ഇൻ ഹിം, അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അപ്പം ക്രിസ്തുവിലാണ് നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുള്ളത്. ക്രിസ്തുവിലാണ്. ഇഫ് യു ആർ സെപ്പറേറ്റഡ് ഫ്രം ക്രൈസ്റ്റ്, യു വിൽ നോട്ട് ബി ഏബിൾ ടു എൻജോയ് ദാറ്റ് റിഡംഷൻ. നമ്മൾ ക്രിസ്തുവിൽ നിന്ന് സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ വീണ്ടെടുപ്പ് അനുഭവിക്കാനായിട്ട് സാധിക്കുകയില്ല. ബിക്കോസ് ദാറ്റ് റിഡംഷൻ ഈസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലാണ് ആ വീണ്ടെടുപ്പായിരിക്കുന്നത്. സോ ദർ ഇസ് എ കണ്ടീഷൻ ഫോർ ദാറ്റ് റിഡംഷൻ ടു ബി എൻജോയ്ഡ് ഇൻ അവർ ലൈഫ്. ദറ്റ് ഈസ്, വി ഷുഡ് ബി ഇൻ ക്രൈസ്റ്റ്. ആ വീണ്ടെടുപ്പ് നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയണമെങ്കിൽ ഈ ഒരു വ്യവസ്ഥ നാം അനുസരിച്ചേ പറ്റൂ. നാം ക്രിസ്തുവിലായിരിക്കണം. There should be a close relationship between me and Christ. ക്രിസ്തുവും ഞാനും തമ്മിൽ ഒരു അടുത്ത ബന്ധമുണ്ടെങ്കിലേ ഇതെനിക്ക് അനുഭവിക്കാനായിട്ട് കഴിയൂ. ബിക്കോസ് ദാറ്റ് റിഡംഷൻ ഈസ് നോട്ട് ഇൻ മീ, ഇറ്റ് ഈസ് ഇൻ ക്രൈസ്റ്റ്. അത് ക്രിസ്തുവിലാണ് വീണ്ടെടുപ്പുള്ളത്. പ്രിയമുള്ളവരെ, എന്താണ് വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ വീണ്ടെടുപ്പ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് നമ്മൾ നേരത്തെ വായിച്ച 1-2 വാക്യങ്ങളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞു. അതായത് വില കൊടുത്ത് വാങ്ങുക എന്നാണ് അതിൻ്റെ അർത്ഥം. വില കൊടുത്ത് വാങ്ങുക. അപ്പം
വീണ്ടെടുക്കുക, റിഡംഷൻ, വീണ്ടെടുപ്പാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരിക്കൽ നമ്മൾ ദൈവത്തിൻ്റെ വകയായിരുന്നു. ഒരിക്കൽ നമ്മൾ ദൈവത്തിൻ്റെ വകയായിരുന്നു. എന്നാൽ എപ്പോഴോ എവിടെയോ വച്ച് എങ്ങനെയോ നാം ദൈവത്തിൻ്റെ വക എന്നുള്ള ആ പൊസിഷനിൽ നിന്ന് നമ്മൾ അന്യപ്പെട്ടുപോയി. ആ നമ്മെ വീണ്ടും അവൻ്റെ വകയാക്കി തീർക്കാനായിട്ട് വില കൊടുത്ത് വാങ്ങുന്ന ഒരു പ്രക്രിയയാണെന്ത് വീണ്ടെടുപ്പ് എന്നുള്ളത് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ബൈബിൾ പറയുന്നത്. ന്യായപ്രമാണത്തിന് കീഴിൽ നമ്മെ വിലയ്ക്ക് വാങ്ങി എന്നൊക്കെ നമ്മൾ വായിച്ചു ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ. അപ്പം കർത്താവ് ചെയ്തത് ഒരു വില കൊടുത്ത് നമ്മെ വാങ്ങുക ചെയ്തത്. അപ്പം അവിടെ ഒരു ചോദ്യമുണ്ട്. എന്താണ്? യേശു ആർക്കാണ് വില കൊടുത്തത്? യേശു ആർക്കാണ് വില കൊടുത്തത്? നമ്മളെ വീണ്ടെടുക്കാനായിട്ട് യേശു ആർക്കാണ് വില കൊടുത്തത് എന്നൊരു ചോദ്യമുണ്ട് അവിടെ. അപ്പം ആ ചോദ്യത്തിന് പലരും പല മറുപടിയാണ് പറയാറുള്ളത്. ചിലർ പറയാറുള്ളത് യേശു നമ്മെ വീണ്ടെടുക്കാനായിട്ട് വില കൊടുത്തത് ദൈവത്തിനാണ് എന്ന് ചിലർ പറയാറുണ്ട്. യേശു നമ്മെ വീണ്ടെടുക്കാനായിട്ട് വില കൊടുത്തത് ദൈവത്തിനാണ് എന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ വേറെ ചില ആളുകൾ പറയുന്നത് യേശു നമ്മെ വീണ്ടെടുക്കാനായിട്ട് വില കൊടുത്തത് പിശാചിനാണ് എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ പാപം ചെയ്തപ്പം ആരുടെ അടിമയായി? പിശാചിൻ്റെ അടിമയായി. അപ്പോൾ പിശാചിൻ്റെ അടിമയായി കഴിയുമ്പം പിന്നെ നമ്മളെ തിരിച്ച് വീണ്ടെടുക്കണമെങ്കിൽ പിശാചിനല്ലേ വില കൊടുക്കേണ്ടത്? അപ്പോൾ യേശു വില കൊടുത്തത് പിശാചിനാണ് എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അപ്പം ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ ആ ചോദ്യം ജസ്റ്റ് നിങ്ങളുടെ മനസ്സിനകത്തേക്ക് ഇട്ട് തന്നേ ഉള്ളൂ. നമ്മൾ ഈ റിഡംഷൻ എന്നുള്ള ഈ ഭാഗം കൺക്ലൂഡ് ചെയ്യുന്ന സമയത്തായിരിക്കും ഞാൻ ആ ഭാഗം ചർച്ച ചെയ്യുന്നത്. എന്താണെങ്കിലും വില കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നപ്പോൾ ഞാൻ ആ ചോദ്യം അവിടെ എടുത്തിട്ടെന്നേ ഉള്ളൂ. നിങ്ങളുടെയും കൂടെ ചിന്തയ്ക്കായിട്ട് ഞാനത് എടുത്തിട്ടതാണ്. നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. അത് ഞാൻ അവസാനം ഞാൻ ഡിസ്കസ് ചെയ്യാം. ആ ഭാഗം ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പം എന്താണെങ്കിലും ആർക്കെങ്കിലും ആകട്ടെ, ദൈവത്തിനോ പിശാചിനോ പാപത്തിനോ ആർക്കെങ്കിലും ആകട്ടെ, യേശു എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളെ വീണ്ടെടുക്കാനായിട്ട് യേശു വില കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അപ്പം ഈ വില കൊടുത്തത് യേശുവാണ്. നോക്കൂ പ്രിയമുള്ളവരെ, നമ്മൾ ഒരു സാധനം വില കൊടുത്ത് വാങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സാധനം നമുക്ക് വിലയുള്ളതായതുകൊണ്ടാണ് നാം അത് വില കൊടുത്ത് വാങ്ങുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു സിമ്പിൾ എക്സാമ്പിളാണ് ഞാനിങ്ങനെ ഓർക്കുന്ന ഒരു കാര്യം. ഞാൻ പച്ചക്കറി വാങ്ങാനായിട്ട് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, അപ്പോൾ എൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞു വെച്ചത് 1-2 സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേ വീട്ടിലേക്ക് ആവശ്യമുള്ളൂ. അപ്പം ഞാൻ പച്ചക്കറി വാങ്ങാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച 2-3 സാധനങ്ങൾ ഞാൻ വാങ്ങിക്കഴിഞ്ഞപ്പം ആ കടക്കാരൻ പിന്നെ എൻ്റെ അടുത്ത് പറയാണ്, സാറേ ഇവിടെ ഇതുണ്ട്, അത് നല്ലതാണ്, ഇതുണ്ട്, അത് നല്ലതാണ്, അത് കുറച്ച് കൊണ്ടുവെക്കോ, ഇത് കുറച്ച് കൊണ്ടുവെക്കോ, അത് കുറച്ച് കൊണ്ടുവെക്കോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ബിസിനസ് നടക്കാനാണ്. അദ്ദേഹം ചില സാധനങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇത് നല്ലതാണ്, ഇതുകൂടെ സാറ് കൊണ്ടുവെക്കോ എന്ന് പറഞ്ഞ് അത് വാങ്ങാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു മറുപടി ഇതാണ്. ഓക്കെ, അത് നല്ല സാധനമായിരിക്കാം, കുഴപ്പമില്ല, പക്ഷെ എനിക്കിപ്പോൾ അത് ആവശ്യമില്ല. എനിക്കാവശ്യമുള്ള സാധനമല്ലേ ഞാൻ വാങ്ങുക, അല്ലാതെ നിങ്ങൾ പറയുന്നത് കൊണ്ടല്ലല്ലോ ഞാൻ സാധനങ്ങൾ വാങ്ങുന്നത്. എനിക്കെന്ത് സാധനമാണോ ആവശ്യമുള്ളത് അതല്ലേ ഞാൻ വാങ്ങുക. അല്ല, ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മളിപ്പം എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ
നമ്മൾ വില കൊടുത്ത് വാങ്ങുന്നത് നമുക്കത് വേണമെന്നും നമുക്കത് പ്രയോജനമുണ്ടെന്നും അല്ലെങ്കിൽ നമുക്കത് അത് ഇഷ്ടപ്പെട്ടത് കൊണ്ടുമല്ലേ നമ്മൾ വാങ്ങുന്നത്. അല്ലാതെ വേറെ ആരെങ്കിലും എത്ര നിർബന്ധിച്ചാലും നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, വാങ്ങണമെന്നില്ല. അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി. ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി. അതിന് കൊടുത്ത വില എന്താണെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എന്താണെങ്കിലും ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി. എന്തുകൊണ്ട്? നാം ദൈവത്തിൻ്റെ മുമ്പിൽ വിലയേറിയവരായതുകൊണ്ട്, ദൈവത്തിന് നമ്മെ ആവശ്യമുള്ളത് കൊണ്ടാണ് ദൈവം നമ്മെ വീണ്ടെടുത്തത്. ഇറ്റ് ഈസ് നോട്ട് ഫോർ എ ജോക്ക്. വെറുതെ തമാശക്കല്ല പ്രിയമുള്ളവരെ ദൈവം നമ്മളെ വീണ്ടെടുത്തത്. ഇഫ് യു ആർ ഷുവർ ദാറ്റ് യു ആർ റിഡീംഡ് ബൈ ഗാഡ്, ദാറ്റ് ഇറ്റ്സെൽഫ് റിവീൽസ് ദാറ്റ് ഗാഡ് ഈസ് ഇൻ നീഡ് ഓഫ് യു. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ ഉറപ്പ് നിങ്ങൾക്ക് തരുന്ന മറ്റൊരു കാര്യമുണ്ട്. ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. ഗാഡ് ഈസ് ഇൻ നീഡ് ഓഫ് യു. ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ടെന്ന്. ഈ ലോകത്തിൽ ആർക്കും നിങ്ങളെ വേണ്ടെങ്കിലും ദൈവത്തിന് നിങ്ങളെ വേണം. അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ വില കൊടുത്ത് വാങ്ങിയത്. അല്ലാതെ ആരെങ്കിലും ഇതൊന്ന് ഒഴിവാക്കി തരുമോ എന്നും പറഞ്ഞു ഫ്രീ ആയിട്ട് കൊടുത്തപ്പോൾ ദൈവം മേടിച്ചതല്ല. ദൈവം വില കൊടുത്ത് വാങ്ങിയതാ. ബിക്കോസ് ഹീ നീഡ്സ് അസ്. അവന് നമ്മെ ആവശ്യമുണ്ട്. ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട്. ഇന്ന് രാത്രി നിങ്ങളെന്നെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, എന്നെ ആർക്കും വേണ്ട, ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് എന്നെ ആർക്കും വേണ്ട, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഞാനൊരു ഐഡൻറ്റിറ്റി ക്രൈസിസിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ടെൻഷനിലൂടെയും ഒരു ഭാരത്തിലൂടെയും ലോൺലിനെസ്സിലൂടെയും ഏകാന്തതയിലൂടെയും ഒക്കെയാണ് പോകുന്നതെങ്കിൽ ഇന്ന് രാത്രി ഈ വചനം നമ്മളോട് പറയുന്നത്, നിങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ ഒറ്റ മനുഷ്യനും നിങ്ങളെ വേണ്ടെങ്കിലും ദൈവത്തിന് നിങ്ങളെ വേണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളെ വേണം. ആരും നിങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ലെങ്കിലും ദൈവം നിങ്ങൾക്ക് വില കൽപ്പിക്കുന്നുണ്ട്. യു ആർ പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ വിലയുള്ളവരാ. ആര് പറഞ്ഞു? ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. ഞാനല്ല, ഏതെങ്കിലും സഭയല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്, നമ്മളെ ദൈവത്തിന് ആവശ്യമുണ്ട്, നമ്മളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഞാൻ ഇന്ന് രാത്രത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട്. അടുത്ത ആഴ്ച മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ചയാണ്. നമ്മൾ ചെയ്തു വരുന്ന പോലെ മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാനായിട്ടുള്ള ദിവസമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ നിങ്ങൾക്ക് അതയക്കാം. അതിനകത്തുനിന്ന് തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങളുമായിട്ട് സമയത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് നമ്മൾ അടുത്ത ഞായറാഴ്ച കർത്താവിനെ വെച്ചാൽ ഒരുമിച്ച് വരും. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകളിലൂടെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പോവുക. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ വീണ്ടെടുത്തു. ദൈവം നമ്മെ വീണ്ടെടുത്തു. എവിടുന്ന്? പാപത്തിൽ നിന്ന്, സകല അധർമ്മത്തിലും നിന്ന്, ന്യായപ്രമാണത്തിന് കീഴിൽ നിന്ന്, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് അവൻ നമ്മെ വീണ്ടെടുത്തു. ഈ വീണ്ടെടുപ്പ് എവിടെയാണ് ഉള്ളത്? ക്രിസ്തുവിലാണുള്ളത്. മാത്രമല്ല, വീണ്ടെടുപ്പെന്ന് പറയുമ്പോൾ അവനൊരു വില കൊടുത്താണ് നമ്മളെ വാങ്ങിയത്. കാരണം ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട്. ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. ഇന്ന് രാത്രി ഗൂഗിൾ മീറ്റിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. ഫേസ്ബുക്ക് ലൈവിൽ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. നാളെ യൂട്യൂബിൽ ഈ സന്ദേശം കേൾക്കുന്ന, ക്ലാസ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്.
നിങ്ങളൊരു ആക്സിഡൻ്റായിട്ടൊക്കെ ഇവിടെ ഈ ലോകത്തിലേക്ക് വന്നതല്ല. ഗോഡ് ഹാസ് എ പർപ്പസ് അബൌട്ട് യുവർ ലൈഫ്. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം അത് നമ്മുടെ ജീവിതത്തിൽ നിവൃത്തീകരിക്കപ്പെടേണ്ടതിന് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സമയമെടുക്കാം.